മരങ്ങൾ നശിക്കുന്നത് മൂലം എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുന്നത്? എല്ലാവരും സ്വന്തമായിട്ട് കുറിപ്പെഴുതണം. തുടങ്ങിക്കോ. ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് നമുക്ക് ആ തണൽ മരം മുറിക്കേണ്ടി വരും. അതൊന്നും പ്രശ്നമില്ല. പുതിയ കെട്ടിടത്തിൻ്റെ പണി എത്ര എളുപ്പം തുടങ്ങിയാൽ മതി. സാറ് മരം മുറിക്കാതെ എന്തെങ്കിലും ചെയ്യാനൊക്കുമോ? അത് ഇപ്പോഴത്തെ പ്ലാൻ. ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് കുട്ടികൾ പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതൊന്നും കാര്യമാക്കേണ്ട. ഇവിടെ മറ്റു ധാരാളം മരങ്ങൾ വേറെയും ഉണ്ടല്ലോ. മാത്രമല്ല ഈ തടി നമുക്ക് ഈ പുതിയ കെട്ടിടത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ടീച്ചർ ഇങ്ങോട്ട് വന്നു. എന്താ ടീച്ചർ? ടീച്ചർ കുട്ടികളുമായിട്ട് ക്ലാസ്സിലേക്ക് പോയി. ശരി ടീച്ചർ. പുതിയ കെട്ടിടത്തിൻ്റെ പണി ഉടനെ ഉണ്ടാകുമോ? ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ഈ മരം മുറിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. കെട്ടിടത്തിൻ്റെ കിഴക്കേ അറ്റം ഇവിടം വരെയുണ്ട്. കുട്ടികളെ എല്ലാവരും വന്നേ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്കൊരു പുതിയ കെട്ടിടം അനുവദിച്ചിട്ടുണ്ട്. അത് പണിയുമ്പോഴത്തേക്ക് പഴയ കെട്ടിടവും പിന്നെ കുറച്ച് ഇങ്ങോട്ടപ്പം മരം മുറിക്കേണ്ടി വരും. അതൊന്നും ഇപ്പോൾ പ്രശ്നമല്ല. അതൊക്കെ ടീച്ചർ നോക്കിക്കോളും. നമുക്ക് നമ്മുടെ പഠനവുമായി മുന്നോട്ട് പോകാം. എനിക്കൊന്നും വേണ്ട. ഈ കൊച്ചിനെന്ത് പറ്റി? ചായ വേണ്ടെന്നോ? അവള് ടീച്ചറിന്റെ തല്ലുകൊണ്ട് കാണും. നീ പഠിക്കാതെ പോയി ടീച്ചറിന്റെ തല്ലുകൊണ്ട് ഇവിടെ വന്ന് ദേഷ്യപ്പെടുന്ന എന്തിനാ മോളെ? എന്നെ ആരും തല്ലിയില്ല. പിന്നെ എന്താ നിന്റെ മുഖം കടന്നൊരു കുത്തിയ പോലെ ഇരിക്കുന്നത്? ഇന്നിങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല. നമ്മുടെ റോസയിൽ പോരിഞ്ഞ ദിവസമാണ്. അത് മാത്രമാണ് നിന്റെ പുള്ളിക്കോഴി ഇന്ന് മുട്ടയിട്ടു. എൻ്റെ മോളോട്ട് നെത്ത് വെക്കി കൂട്ടുകാരായിട്ട് വഴക്കിട്ടോ. ഞാൻ സ്കൂളിൽ പോകണില്ല. എന്താ കാര്യം? അച്ഛനോട് പറ. ഞങ്ങളുടെ ക്ലാസ്സിന്റെ പറ്റി നിൽക്കുന്ന ആ വലിയ മരമില്ലേ, അതിപ്പോ വെട്ടാൻ പോവാ. അവിടെ പുതിയ കെട്ടിടം വെക്കാൻ പോവാ. അത് ഞങ്ങളുടെ മരമാ. അവിടെ ഞങ്ങൾ കളിക്കുന്നതും പഠിക്കുന്നതും. പുതിയ കെട്ടിടം വയ്ക്കാനല്ലേ? അത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ? അതിന് വേറെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ചാൽ എന്താ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ചെന്ന് എച്ചമ്മനോട് കാര്യം പറ. രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്. അവിടെ കെട്ടിടം അതിനടുത്ത് വരെ വരും. ഇതാകുമ്പോൾ ഗേറ്റിന്
കടന്നു വരുമ്പോൾ തന്നെ കാണുന്ന ഭാഗത്താണ്. കല്ല് ഇഷ്ടികയൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ എളുപ്പമുള്ള ഭാഗമാണ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിലേക്ക് പോവുക. മരം മുറിക്കാൻ അവർ വരുമ്പോൾ ഞാൻ പറയാം. എല്ലാവരും ക്ലാസ്സിലേക്ക് പോകും. തൽക്കാലം നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകും. സാറേ, ഞങ്ങളുടെ മരം മുറിക്കരുത്, ഈ മരം വെട്ടരുത്. ഇത് ഞങ്ങളുടെ സ്കൂളാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നതും പഠിക്കുന്നത്. മോള് വിഷമിക്കേണ്ട, ഈ മരം മുറിക്കുന്നില്ല. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കെട്ടിടം പണിതുകൊള്ളാം. ഒരു കുട്ടി വിചാരിച്ചപ്പോൾ ഒരു മരത്തെ സംരക്ഷിക്കാൻ സാധിച്ചെങ്കിൽ മുതിർന്നവരായ നമ്മൾക്ക് പ്രകൃതിയെ രക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും.